Hey guys and welcome back to my channel. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ചൈനീസ് ആപ്പുകൾക്ക് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ആപ്ലിക്കേഷൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ടിക്ടോക്കിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് വന്ന ഒരു പുതിയൊരു ഫീച്ചറിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നതാണ്. ഈ ഫീച്ചറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ റീൽസ് എന്നാണ്. വേറെ ഒന്നുമില്ല, നിങ്ങളുടെ ടിക്ടോക്ക് എങ്ങനെയാണോ ഉപയോഗിച്ചിരുന്നത് അതുപോലെ ഒരു ഫീച്ചറാണ് ഈ ഒരു റീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് സെർച്ച് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഒരു വലിയ സ്ക്രീനിൻ്റെ അകത്ത് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിട്ടാണ്. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റീൽസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ റീൽസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടിക്ടോക്കിനകത്ത് കണ്ടതുപോലെ ഒരു യൂസർ ഇൻ്റർഫേസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് തന്നെ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ താഴെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും പിന്നെ ഷെയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങളത് സ്വൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത വീഡിയോ പ്ലേ ചെയ്യും. ജസ്റ്റ് നിങ്ങളുടെ ടിക്ടോക്കിനകത്ത് എങ്ങനെയാണോ ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹോം പേജിൽ പോയിട്ട് ജസ്റ്റ് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റസ് ഇടാനായിട്ടുള്ളൊരു വിൻഡോ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് തന്നെ റീൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നടുക്കായിട്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളൊരു ബട്ടൺ അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങളുടെ വീഡിയോ റെക്കോർഡ് ആവുന്നതാണ്. റെക്കോർഡ് ആയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രിം ചെയ്യണമെങ്കിൽ ട്രിമ്മും ചെയ്യാം. പിന്നെ കുറേ ഇഫക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള കുറേ ഓപ്ഷൻസൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. പിന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ എങ്ങനെയാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നത് അതേ സെയിം രീതിയിൽ തന്നെയാണ് ഈ റീൽസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട്സ് പേജിൻ്റെ അകത്ത് പുതിയൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു വിൻഡോ അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്താണ് ഈ റീൽസിൻ്റെയൊക്കെ ഈ വീഡിയോസ് എല്ലാം സ്റ്റോറായി കിടക്കുന്നത്. അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിനകത്ത് വന്ന പുതിയൊരു ഫീച്ചറാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ആപ്ലിക്കേഷൻസ് ഒന്നും നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് തന്നെ ഇതുപോലത്തെ ഷോർട്ട് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണാം. ബൈ.